ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിളിമീൻ കറി എങ്ങനെ വെക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. ആദ്യം ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് ടേ പൊട്ടുന്നുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക. ലേശം ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്ര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചൂടായ എണ്ണയിലേക്ക് നന്നായിട്ടിടുക. നല്ല രീതിക്ക് വഴറ്റി കൊടുക്കുക. നല്ല രീതിക്ക് ഇതുപോലെ വഴന്നു വരുമ്പോഴത്തേന് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതേ മുളക് പൊടി ഇടുന്നുണ്ട്. എല്ലാവരും അവരവരുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഞങ്ങൾക്ക് ഇച്ചിരി എരിവ് കൂടുതൽ വേണം, അതുകൊണ്ട് ഇച്ചിരി മുളക് പൊടി കൂടുതൽ ഇടുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ല രീതിക്കൊന്ന് ഇളക്കി ചൂടാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരുപാട് മൂത്ത് പോകണ്ട. അതിനുശേഷം നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് നല്ല രീതിക്ക് ഇളക്കുക. കിളിമീൻ കറിക്ക് ഒരുപാട് ചാറ് കൊള്ളത്തില്ല, അതുകൊണ്ട് ഒരു കുഴമ്പ് പരുവത്തിയിരിക്കണം. അപ്പോൾ ആവശ്യത്തിന് ഒരുപാട് വെള്ളം ചേർക്കേണ്ട, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല രീതിക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക. തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിന് ചാറിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിക്ക് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ തന്നെ നമ്മുടെ മീൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല പിടയ്ക്കുന്ന മീനാന്ന് ഞാൻ എടുത്ത് കാണിച്ചു കൊടുക്കുക. തിള വന്നതിലേക്ക് ഇതേ മീൻ പറക്കി ഇടുന്നുണ്ട്. ഓരോന്ന്. കിളിമീൻ ആയതുകൊണ്ട് വേഗം പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചെന്ന് ഇളക്കി മറിച്ച് കോരി എടുക്കരുത്. പിന്നെ കിളിമീൻ കറി വറക്കാനാണ് നല്ലതെന്നൊക്കെ പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ കറി വെച്ചാൽ നല്ല രുചിയാണ്. അതിനുശേഷം മീനിട്ട് നല്ല രീതിക്ക് അടച്ചു വെക്കുക. ഏകദേശം തിള കയറി വന്നപ്പോൾ ഈ ഒരു പരുവമായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വട്ടത്തിലരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് അതിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണേ. തക്കാളി ഇട്ടതിന് ശേഷം ഒരു തിളച്ചാൽ മതി. ഈ പരുവമായിട്ടുണ്ട്. ഇതിലെ തക്കാളി വെന്ത് പോയ ഒരു രസം ഉണ്ടാകത്തില്ല. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. കറി റെഡി.